ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ചക്കക്കുരു മിക്സിയിലിട്ട് ഒന്ന് കറക്കി നോക്കൂ. സൂപ്പർ രുചിയിൽ നല്ല മൊരിഞ്ഞൊരു സ്നാക്ക്. അതാണ് കേട്ടോ നമ്മളിവിടെ ഉണ്ടാക്കാൻ. കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. ഇഷ്ടത്തോടെ കഴിക്കുന്നത് കാണാം. അപ്പോൾ അതാ ഞാൻ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണയൊന്നുമില്ല കേട്ടോ എടുത്തിരിക്കുന്നത്, ആവശ്യത്തിന് എടുക്കാം. അപ്പം നമുക്ക് തുടങ്ങിയാലോ. ചക്കക്കുരു നമുക്ക് കഴുകി വൃത്തിയാക്കി കുക്കറിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചൊരു 4 വിസിൽ വരെ വേവിച്ചെടുക്കാം. ഇതിങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്നറിയുമോ? ചക്കക്കുരുവിൻ്റെ പുറന്തിൽ വേഗം ഇളകി കിട്ടും. കത്തിയുടെ ആവശ്യമൊന്നും വരില്ല. ഇനി ഇതുണ്ടാക്കിയിട്ട് സമയം പോയിന്ന് ആരും പറയില്ല കേട്ടോ. കണ്ടോ, കത്തിയുടെ ആവശ്യമൊന്നുമില്ല. കൈ വെച്ച് തന്നെ തൊലി നമുക്ക് മാറ്റി കൊടുത്താൽ മതി. എത്ര സിമ്പിളല്ലേ. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ഇഷ്ടമായെങ്കിൽ ഇതൊന്ന് ഉണ്ടാക്കി നോക്കാനും മറക്കല്ല കേട്ടോ. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് 1 സവാള, 2 വറ്റൽ മുളക്, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എടുക്കണം. ഇപ്പോൾ ചക്കയുടെ സീസണൊക്കെ അല്ലേ, എല്ലാവരുടെ വീട്ടിലും കാണും ചക്കക്കുരുവൊക്കെ. ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടാ. ചക്കക്കുരുവിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ അറിഞ്ഞാൽ ആരും ഇത് വിട്ടുകളയില്ല. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ദഹനം നല്ല രീതിയിൽ നടക്കാനും ഒരുപാട് ഫൈബർ അടങ്ങിയിട്ടുള്ള ഫുഡാണ് ചക്കക്കുരു. പലരും ഗ്യാസ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി വെച്ചിരിക്കും. അതൊന്നും നിങ്ങൾ നോക്കണ്ട. ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ യൂട്യൂബിലോ ഗൂഗിളിലോ ഒക്കെ നമുക്ക് സെർച്ച് ചെയ്താൽ ഇഷ്ടം പോലെ അറിയാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച സവാള, പച്ചമുളക്, വറ്റൽമുളക്, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർത്ത് കൊടുക്കാം. ഒപ്പം ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് കടലമാവിൻ്റെ പൗഡറാണ് കേട്ടോ. ഞാനിവിടെ 2 കപ്പ് ചേർത്തിട്ടുണ്ട്. കൂടെ 2 സ്പൂൺ അരിപ്പൊടി ചേർത്താൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. അത് നല്ല റെഡ് കളർ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. 1 ടീസ്പൂൺ ഗരം മസാലയും അല്ലെങ്കിൽ ചിക്കൻ മസാല ആയാലും ചേർക്കാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സിമ്പിൾ സംഭവമാണ് കേട്ടോ. വലിയ ചിലവുമില്ല, ഹെൽത്തിയുമാണ്. ആദ്യം കൈകൊണ്ടെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നും കൂടി കുഴച്ചെടുക്കാം. ഞാനിതിന് പേരൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ചക്കക്കുരു സ്നാക്സ് അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും പേരറിയാമെങ്കിൽ ഒന്ന് പറയണേ. ഞാനിവിടെ വെള്ളമല്ലാട്ടോ എടുത്തിരിക്കുന്നത്. ആദ്യം നമ്മൾ ചക്കക്കുരു വേവിച്ചില്ലേ, അപ്പോൾ കിട്ടിയ വെള്ളമില്ലേ, അതാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ആരോഗ്യഗുണം ഒട്ടും കളയണ്ടല്ലോ. അപ്പം നമ്മുടെ ചക്കക്കുരുവിൻ്റെ മിക്സ് റെഡി. ഇനിയിപ്പോൾ ഒന്നുമില്ല കേട്ടോ. പാനെടുപ്പത്ത് എണ്ണ ചൂടാകുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്പിലങ്ങ് വറുത്ത് കോരി എടുക്കാം കേട്ടോ. കണ്ടോ, സൂപ്പർ അല്ലേ. ഞാൻ വലിയ ഷേപ്പൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. വെറുതെ കൈ കൊണ്ടങ്ങ് നുള്ളി എണ്ണയിലേക്ക് ഇട്ടു, അത്ര തന്നെ.
നല്ല സ്മെല്ല് വരുന്നുണ്ട്. കണ്ടോ, ഇത് കണ്ടാൽ ആരെങ്കിലും പറയുമോ ചക്കക്കുരു ആണെന്ന്? ബാക്കിയും കൂടെ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് വറുത്ത് കോരി എടുക്കാം. അധികം സമയമൊന്നും വേണ്ട കേട്ടോ. ഒരു 3-4 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ചതച്ച് വറുത്ത് കോരിയിടാം. അലങ്കാരത്തിനും രുചിക്കും. കണ്ടോ, സൂപ്പറല്ലേ? എങ്ങനെയുണ്ട് നമ്മുടെ ചക്കക്കുരു സ്നാക്സ്? അപ്പോൾ അതെ, സ്നാക്സ് റെഡി. കാണാൻ എന്ത് ഭംഗിയല്ലേ? എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.